നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്നും നിലമ്പൂരിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മൂന്നാമത്തെ ദിവസം UDFന്റെ സ്ഥാനാർത്ഥി പര്യടനം ആദ്യത്തെ രീതിയിൽ ആരംഭിച്ചിരിക്കുന്നു. UDFന്റെ നേതൃ കൺവെൻഷൻ ഇന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കം പങ്കെടുത്തുകൊണ്ട് നിലമ്പൂരിൽ നമ്മളിരിക്കുന്ന ഈ ഹാളിന് പുറകുവശത്ത് ആ പ്രധാനപ്പെട്ട ഹാളിൽ ചേരുകയുണ്ടായി. അതേസമയം LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള LDFനെ സംബന്ധിച്ചും അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചും കാൻഡിഡേറ്റ് ഹണ്ട് നടക്കുന്നുണ്ട്. ആരാകും ആര്യാടൻ ഷൗക്കത്തിന്റെ എതിരാളികൾ എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ വലിയ സമ്മർദ്ദം ഉയർത്തിയ PV അൻവർ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചില അനുനയ ചർച്ചകൾക്ക് വിധേയനായി. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. ഇപ്പോൾ PV അബ്ദുൽ വഹാബുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അൻവറിനെ അനുനയിപ്പിക്കുക എന്നുള്ളത് UDFന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി മാറുകയാണ്. ഇന്നും എന്താണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ KP നൌഷാദ് അലിയുണ്ട്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്. അതുപോലെ തന്നെ CPMനെ പ്രതിനിധീകരിച്ച് വസീഫ് നിലമ്പൂരിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പോത്തുകലിലായത് കാരണം എൻ്റെ തൊട്ടടുത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. ജേക്കബ് ജോർജ്, PR ശിവശങ്കർ, BJP പ്രതിനിധീകരിച്ച് ശ്രീ PR ശിവശങ്കറും മുതിർന്ന മാധ്യമപ്രവർത്തകൻ വിശകലനത്തിനായി ശ്രീ ജേക്കബ് ജോർജും നമ്മോടൊപ്പം പങ്കെടുക്കുകയാണ്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ഇപ്പോഴും അൻവർ വരച്ച വരയിൽ തന്നെയാണോ UDF? ഇന്നലെ UDF സ്ഥാനാർത്ഥിയെ മോശമായ നിലയിൽ അദ്ദേഹം ചിത്രീകരിച്ചു. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിച്ചാൽ അപ്പം തന്നെ മറുപടി പറഞ്ഞു പോവേണ്ട ഒരു കാര്യമാണ്. അതിൽ UDF ഒരു റെസ്ട്രെയിന്റ് പുലർത്തുന്നത് എന്തുകൊണ്ടാണ്? അൻവറിനെ ശത്രുവാക്കാൻ താല്പര്യമില്ലേ? നോക്കൂ അഭിലാഷ്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗതുകകരമായ ഒരു കാര്യം, ശ്രീ PV അൻവർ അദ്ദേഹം UDF പ്രവേശനം ആഗ്രഹിക്കുന്നു, UDFിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു, UDFിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അതിഗുരുതരമായ ആരോപണങ്ങൾ നിരന്തരം കെട്ടടിച്ച് മുന്നോട്ട് വരുന്നു. അത്തരമൊരു ആൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ വച്ച് പുലർത്തുമ്പോൾ രാഷ്ട്രീയത്തിൽ അത് പെട്ടെന്ന് ഉദ്ദേശിച്ച ഫലത്തിലേക്കൊക്കെ അത് എത്തണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അൻവർ ഉയർത്തിയ ഒരുപാട് ആശയങ്ങൾക്ക് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ പ്രസക്തിയുണ്ട്. അൻവറിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിന് ആക്കം കൂട്ടും. അതുകൊണ്ട് അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് UDFിൻ്റെ നയവും ആഗ്രഹവും. പക്ഷേ അതിന് അൻവർ കൂടി ഒന്ന് രാഷ്ട്രീയത്തിന്റെ ഒരു മിനിമം അദ്ദേഹം വേണമല്ലോ. ശ്രീ നൌഷാദ് അലി, അദ്ദേഹം TMC തൃണമൂൽ കോൺഗ്രസ് ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം UDFന് തരാം. പാലക്കാട് ഇതുപോലെ ഒരു ആഴ്ച UDFന് തന്നിരുന്നു. ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും 2 ദിവസം നിങ്ങൾക്ക് തരാം, മര്യാദയ്ക്ക് ഒരു തീരുമാനം എടുത്തോളൂ. ഈ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ആണോ സാധാരണ നിലയിൽ രാഷ്ട്രീയത്തിൽ വേണ്ടത്? അതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനം അൻവറിൻ്റെ ആശയങ്ങളെ തലകുലിക്ക് സമ്മതിക്കുന്ന ജനം അൻവറിൻ്റെ ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിചിത്രമായ ശൈലിയും രീതിയും ഒക്കെ അവരും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അൻവറിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്ന, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അൻവറിൻ്റെ ഇത്തരത്തിലുള്ള വഴിവിട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രായോഗികമല്ലാത്ത സമീപനങ്ങളിൽ അവർക്കൊക്കെ വലിയ മനസ്താപമുണ്ട്. അവരൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നിന്നുണ്ട്. തീർച്ചയായിട്ടും അൻവറും രാഷ്ട്രീയമായ അതിൻ്റെ പ്രായോഗിക മര്യാദകളും രീതിശാസ്ത്രങ്ങളും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ചില ബാലപാഠങ്ങളെങ്കിലും അദ്ദേഹത്തെ പോലെയുള്ള 2 തവണ MLA ആയി വിജയിച്ച ഒരുപാട് കാലത്ത് രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ഒരാൾ ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികതയൊക്കെ മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പിണറായി സത്തിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തി നോക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരും അദ്ദേഹം ഒരു തലയില്ലാത്ത തെങ്ങിലാണോ തങ്ങൾ കയറിയത് എന്ന് ശങ്കിക്കുന്നൊരു നിമിഷമാണിത് എന്നുകൂടി അൻവർ തിരിച്ചറിയേണ്ടതുണ്ട്. ശരി, ശ്രീ വസീഫ്, എന്തായി നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കാര്യം? കാൻഡിഡേറ്റ് ഹണ്ട് നടത്തുകയാണോ? മുമ്പ് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നറിഞ്ഞിട്ട് വേണം LDFന്റെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതാണ്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി ആര് എന്നറിഞ്ഞു കഴിഞ്ഞു, ഇനി താമസം വേണോ? വസീഫ് കേൾക്കുന്നില്ല, അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസീഫിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്? PV അൻവർ ഇന്നലെ രാവിലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോഴാണ് ആദ്യമായി വെടിപൊട്ടിച്ചത്. സ്ഥാനാർത്ഥിയായിട്ടൊരു ക്രിസ്ത്യാനി വേണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക്
സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് വരെയായി. പക്ഷേ ഇന്ന് കുറച്ച് ഒന്ന് താഴ്ന്നിട്ടുണ്ട്. PV അൻവർ നേരിട്ട് ഇന്ന് പുതിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഞങ്ങൾ UDF ഞങ്ങളെ കേട്ടില്ലെങ്കിൽ, മുന്നണി പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളിൽ കേട്ടില്ല എങ്കിൽ ഞങ്ങൾ മത്സരിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൻവർ മത്സരിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന പ്രഷർ ടാക്ടിക്സ് വേണ്ടത്ര വർക്കാവുന്നില്ല എന്നാണോ, അതോ അൻവർ സെൽഫ് ഗോൾ അടിച്ചു എന്ന് വേണമോ കരുതാൻ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. നമുക്കറിയാം PV അൻവർ CPM-നെതിരെ പിണറായിയെ വെല്ലുവിളിച്ചും കൊണ്ട് ഒക്കെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ UDF-ൽ കയറി പറ്റണം. അതിന് 2 ദിവസത്തെ ഡെഡ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ KP നൗഷദ് അലി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നൗഷദ് അലി, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ലേ? ഇന്ത്യ ഭരിച്ച പാർട്ടി, ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പാർട്ടികളിലൊന്ന്. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ ദീർഘകാലം ഭരണം നടത്തിയ പാർട്ടി, ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ ആരാ ഈ PV അൻവർ? ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ വലിയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടി പോലും കോൺഗ്രസിനോട് ഇന്നടത്ത് ഇന്നാരെ നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുകയില്ല. കാരണം ലീഗിന് ആ ജനാധിപത്യ മര്യാദയുണ്ട്, മുസ്ലിം ലീഗിന് ആ മുന്നണി മര്യാദയുണ്ട്. ആ മര്യാദകൾ അവർ ഇത്രയും കാലം പാലിച്ചു പോകുന്ന ഒരു സംസ്കാരത്തിൻ്റെ, ഒരു മുന്നണി സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് അവരുടെ ഉത്തരവാദിത്വവും അവരുടെ നിലയും അവർ ഏതുവരെ പോകാം എന്നുള്ളതിൻ്റെ അതിർവരമ്പുകളും വ്യക്തമായിട്ട് അറിയാം മുസ്ലിം ലീഗിന്. പക്ഷേ അൻവറിന് CPM-ൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, പിണറായിയോട് ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കിട്ടിയ പാഠങ്ങൾ അദ്ദേഹത്തിന് ശരിക്കും ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തെ ഒരു കാരണവശാലും ഈ വഴിക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വം, ഇപ്പോൾ ഞാനിന്ന് കേട്ടത് കോഴിക്കോട്ടെ DCC പ്രസിഡന്റ് അൻവറിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. എന്താണോ ഇത്? കോൺഗ്രസ് നേതൃത്വം തന്നെ ഇങ്ങനെ കുത്തഴിഞ്ഞു പോയോ? നേതൃത്വത്തിന് അവരുടെ DCC പ്രസിഡന്റിൻ്റെ പ്രസിഡന്റുമാരുടെ മേൽ, അണികളുടെ മേൽ, പ്രധാനപ്പെട്ട നേതാക്കളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ലെന്നാണോ? KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് ഇവർ പറഞ്ഞാൽ അതിനങ്ങപ്പുറത്ത് കേരളത്തിലെ ഒരിടത്തും കോൺഗ്രസ് നേതാക്കന്മാർ പോയിക്കൂടാ. പക്ഷേ ഇത് അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇത് സങ്കടകരമായ കാര്യമാണ്. ഇത് കോൺഗ്രസ് അല്ല. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ DCC പ്രസിഡന്റുമാർ പോകുന്നതിനപ്പുറത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള വിലപേശൽ നടത്താറില്ല, സമ്മർദ്ദം ചെലുത്താറില്ല എന്നൊക്കെ. ശരിയാണ്. ഇന്നലെ കോൺഗ്രസ് ശക്തമായ നിലപാട്, അൻവറിന്റെ പ്രഷർ ടാക്ടിക്സിൽ വീഴേണ്ട എന്ന നിലപാടെടുത്തു. അതിനുശേഷം അൻവർ പരസ്യമായി സ്ഥാനാർത്ഥിയെ തള്ളി സംസാരിച്ചു. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളി സംസാരിച്ച ആളെ ഇന്ന് ഒരു ചർച്ച നടത്തുക വഴി മുസ്ലിം ലീഗ് ഒരു തരത്തിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണല്ലോ. ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗ് ശരിയാണ് UDF-ൽ ഈ ഫെസിലിറ്റേറ്റർ റോൾ, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്ന ആളുടെ റോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സ്ഥാനാർത്ഥിയെ അപഹസിച്ച ആളെ ഇന്ന് തന്നെ സ്വീകരിക്കുക, സ്വീകാര്യത കൊടുക്കുക എന്നുള്ളത് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ ഒരു കാര്യമായോ? തീർച്ചയായിട്ടും അത് തെറ്റാണ്. മുസ്ലിം ലീഗ് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചായ സൽക്കാരം നടത്തി ഒത്തുതീർപ്പ് സംഭാഷണം നടത്തുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല തന്നെ. അതും കോൺഗ്രസിൻ്റെ മേലൊരു സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമാണ്. ഒരിക്കലും ശരിയല്ല. സംഭാഷണമോ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പോ നടപടികളോ നീക്കങ്ങളോ ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇതുപോലെ സ്ഥാനാർത്ഥി ഒരാളെ ഒരു പാർട്ടി അതും ദേശീയ തലത്തിൽ അംഗീകരിച്ചും കൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം ആ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ നാളെ ഈ മുന്നണിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് KP നൗഷദ് അലി, ഇത് കഷ്ടതരമാണ്, ദയനീയമാണ്, നാണം കെട്ട ഏർപ്പാടാണ്. ഇതൊന്നും കോൺഗ്രസിനെ പോലൊരു പാർട്ടി വെച്ച് പുറപ്പിച്ചു കൂടാ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, അതിലൊരു മറുപടി ഉണ്ടോ ശ്രീ നൗഷാദ് അലി? കോൺഗ്രസ് ഇങ്ങനെ ഇതുപോലെയുള്ള വയ്യാവേലികളെയൊക്കെ ഇതുപോലെ എടുത്ത് വെക്കണോ? ലീഗ് അടക്കം സമ്മർദ്ദം ചെലുത്തിയാലും വളരെ സ്ട്രൈറ്റ് ആയി നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, കോൺഗ്രസ് ഇവിടെ എന്തു സമീപനം സ്വീകരിച്ചെന്നാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അൻവർ ഇത്തരത്തിൽ പ്രകോപിതനാവാൻ കാരണം
അൻവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം പ്രകോപിതനായത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ കോൺഗ്രസിനും UDF-നും ഒക്കെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിനോട് അദ്ദേഹത്തിന് താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനിഷ്ടം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാവുമല്ലോ ഞങ്ങൾ ആരുടെയും തടവറയിലോ ആരുടെയെങ്കിലും ഒക്കെ നിർദ്ദേശം പാലിച്ച് മുന്നോട്ട് പോകുന്നവരോ അല്ല എന്ന് വളരെ സുവ്യക്തമാണ്. അതാണല്ലോ ഈ എല്ലാ പ്രശ്നത്തിനും കാരണം. രണ്ടാമതായിട്ട് ഇന്ന് കോൺഗ്രസിന്റെ ഏതോ നേതാക്കൾ അൻവറിന്റെ വീട്ടിലേക്ക് പോയി എന്നാ പറയുന്നത്. അതിന് കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധമില്ല. ഞങ്ങളോട് ആലോചിച്ചിട്ടോ അനുമതി ചോദിച്ചിട്ടോ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടോ അല്ല പോയത് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവ് പത്രക്കാരോട് പറഞ്ഞു. അപ്പൊ അതും കഴിഞ്ഞു. പിന്നെ മുസ്ലിം ലീഗ് നേതാക്കളുടെ വീട്ടിലേക്ക്, ആ വീടുകളിലേക്കൊക്കെ നൂറുകണക്കിന് ആളുകൾ പാണക്കാട്ടേക്കും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കൊക്കെ ദിവസവും വരുന്നുണ്ട്. അൻവർ അങ്ങോട്ട് പോയി അവിടെ കണ്ടു ഇറങ്ങി. അതിനൊക്കെ മുസ്ലിം ലീഗ് എന്ത് പഴിച്ചു? അവര് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും നേതാക്കൾ അൻവറിന്റെ വീട്ടിലേക്കോ അൻവർ പറഞ്ഞിടത്തേക്കോ പോയതെങ്കിൽ ജേക്കബ് ജോർജ് പറഞ്ഞ നെറേറ്റീവിന് എന്തെങ്കിലുമൊക്കെ ഒരു സാമാന്യ യുക്തിയുണ്ട് എന്ന് കരുതാം. എന്നാൽ അൻവർ അവിടെ പോയി, അൻവർ പലയിടത്തും പോകും. അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ആ ആതിഥേയരുടെ എന്തോ വീഴ്ചയാണ് എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഇവിടെ അൻവറിന്റെ ഈ പ്രകോപനത്തിൻ്റെയൊക്കെ മൂലഹേതു അൻവറിന്റെ വാക്കുകൾ കോൺഗ്രസും UDF-ഉം കേട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വലിയ പ്രകോപനം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകോപനം ഞങ്ങൾക്കൊരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് കൊണ്ട്, ഒരു മിനിറ്റ് അഭിലാഷേ, രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനെയൊന്നും അദ്ദേഹത്തിന്റെ ഭാഷയിൽ എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല. കാരണം ഞങ്ങൾ ആ നിലവാരത്തിലുള്ള ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ ബാലിശമായ, ഈ പരിതാപകരമായ, ഈ അർത്ഥശൂന്യമായ ഈ ബുദ്ധിയില്ലായ്മയൊക്കെ തിരുത്തിയിട്ട് എന്താണ് രാഷ്ട്രീയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊരു നിലപാടെടുക്കണം. വൈകാരികത, വിക്ഷുബ്ധത, ഇതൊക്കെ പറ്റേ ക്ഷുഭിത യൗവനത്തിന്റെ അമിതാഭ് ബച്ചൻ 70കളുടെ കാലമൊന്നും അല്ല ഇത്. അതുകൊണ്ട് ദയവേത് അൻവർ ശരിയുടെ മാർഗമെന്ന് അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം നിൽക്കാൻ അദ്ദേഹം തയ്യാറുണ്ടോ എന്നൊരു ചോദ്യമാണ് നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞതിനെ തലകുലുക്കി കേട്ട ആൾക്കാർ ഉറ്റുനോക്കുന്നത്. അദ്ദേഹം എന്ത് തീരുമാനിക്കോ നമുക്ക് 48 72 ഇനി 96 മണിക്കൂർ കോൺഗ്രസിന് തന്നാലും കോൺഗ്രസും UDF-ഉം പോകുന്ന വഴിക്ക് പോകും. അൻവറിന് വേണമെങ്കിൽ ആ ആശയപരമായ അദ്ദേഹം ഉയർത്തിയ നേരിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് മുന്നോട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളാകാം. ശരി, ശ്രീ വസീഫ്, എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി? UDF-ന് സ്ഥാനാർത്ഥിയായി, സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം കേട്ടത് UDF-ന്റെ സ്ഥാനാർത്ഥി വന്നാൽ ഉടനെ LDF-ന്റെ സ്ഥാനാർത്ഥി, ആരാണ് സ്ഥാനാർത്ഥി എന്ന് നോക്കിയിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥി തീരുമാനം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണ്. സ്ഥാനാർത്ഥിയെ തേടി വലയേണ്ട അവസ്ഥയുണ്ടോ? അഭിലാഷ, നിങ്ങൾ എവിടുന്നോ എന്തൊക്കെയോ കേട്ടു, നിങ്ങൾ കാര്യങ്ങൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രഖ്യാപിത നിലപാടുണ്ട്. ഇതിനൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഇന്നും ഞങ്ങളിപ്പോൾ ഇവിടെ യോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നിലമ്പൂരാണ് ഉള്ളത്. ഞങ്ങളുടെ ക്ലസ്റ്റർ യോഗങ്ങളും കേൾക്കുന്നില്ലേ അഭിലാഷ്? ഹലോ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. ആ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമൊക്കെയായി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഞങ്ങളത് പ്രഖ്യാപിക്കും. ആ നിലക്ക് തന്നെ പ്രഖ്യാപിക്കും. 1-ാം തീയതി ഞങ്ങളിവിടെ ഇപ്പോൾ കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു എന്ന് കരുതി ഞങ്ങളുടെ സ്ഥാനാർത്ഥി അപ്പം തന്നെ പ്രഖ്യാപിക്കണം എന്നൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉടനെ തന്നെ വരും. അതിലൊന്നൊരു തർക്കവും വേണ്ട. നല്ല സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി വരും. ഇവരെപ്പോലെ ഒരു വിഭാഗം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെല്ലാം അവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ വിളിച്ചു പറയുന്ന സ്ഥിതിഗതികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ വലിയൊരു അധ്വാനം കുറഞ്ഞു കിട്ടി. കാരണം ആരാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് അവരുടെ പക്ഷത്ത് നിൽക്കുന്ന നിമിഷങ്ങൾക്കകം UDF-ന്റെ ഭാഗമായി മാറാൻ പോകുന്ന ആൾ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തി. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുണയിലാണ് UDF ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഇവിടെ
കോൺഗ്രസിൻ്റെ നേതാവ് നൗഷാദ് അലിയൊക്കെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് അൻവറിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അൻവറിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി വരണം എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ VD സതീശൻ ഉൾപ്പെടെ ഏജന്റുമാരെ പറഞ്ഞയച്ച് അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് ഒരു ഭാഗത്ത് അൻവർ വേണം, ഒരു ഭാഗത്ത് SDPI വേണം, ഒരു ഭാഗത്ത് മറ്റ് ജമാഅത്തെ ഇസ്ലാമി വേണം. ഇപ്പോൾ അതാ BJP പോലും സ്ഥാനാർത്ഥിയെ വെക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവരെ കൂടി കൂട്ടിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിലാഷേ, ഇത് സഖാവ് കുഞ്ഞാലിയുടെ നാടാണ്. ജയിലിൽ കടന്ന് സഖാവ് കുഞ്ഞാലി വിജയിച്ച മണ്ഡലമാണ് ഈ നിലമ്പൂര്. ആ നിലമ്പൂര് ഭൂസമരങ്ങളുടെ നാടാണ്. ഈ നിലമ്പൂര് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ഇല്ല. വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിക്കുക തന്നെ ചെയ്യും ഈ മണ്ഡലത്തിൽ. അതുപോലെ ഈ മണ്ഡലത്തിൽ നേരത്തെ ആര്യാടനും മറ്റുമൊക്കെ മത്സരിച്ച് ജയിച്ച് 30-35 വർഷക്കാലം ഭരിച്ച സമയത്ത് എന്തായിരുന്നു ഈ മണ്ഡലത്തിന് സംഭാവന ചെയ്തത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയുള്ളവർക്ക് അറിയാം. എന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലുണ്ടായിട്ടുണ്ടല്ലോ, കുഞ്ഞാലിയുടെ മണ്ഡലമാണ് എന്ന് വസീഫ് പറഞ്ഞല്ലോ. ആ കുഞ്ഞാലിയുടെ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ജയിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ആര്യാടൻ മുഹമ്മദ് സമയത്ത്, പിന്നെ PV അൻവർ മുൻ കോൺഗ്രസ്സുകാരൻ, ഒരു പത്തരമാറ്റ് കമ്മ്യൂണിസ്റ്റുകാരനെ അരിവാൾ ചുറ്റികയിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുവോ? ഞാൻ പറയാം അഭിലാഷേ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും അരിവാൾ ചുറ്റികയിൽ തന്നെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നവരല്ല. ഞങ്ങൾ പല തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്വീകരിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ തുടർഭരണത്തിലേക്ക് എത്തിയതും. ഞങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളും ഞങ്ങളുടെ മാർഗങ്ങളും ഒക്കെ ഞങ്ങളാണ് തീരുമാനിക്കുക. അത് ഞങ്ങൾ പുറത്തുനിന്ന് മറ്റു ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചുകൊണ്ടല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിന് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ ചിഹ്നവും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇവരെ പോലെ തൂക്കമൊപ്പിച്ച് ഏതെങ്കിലും വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഒക്കെ കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തിയൊന്നും പോകുന്ന രീതിയൊന്നുമല്ല. മണ്ഡലത്തിൻ്റെ വികസനം, അതോടൊപ്പം നല്ല രാഷ്ട്രീയ ബോധമുള്ള, ഈ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങളിവിടെ മത്സരിപ്പിക്കും. ഈ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും. അതാണ് മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഈ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഈ നാട്ടിലെ സകല ജനങ്ങൾക്കും പിന്തുണക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. ശരി, എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമുക്കെല്ലാം കാത്തിരിക്കാം. PR ശിവശങ്കർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ സെഗ്മെന്റിന്റെ ഭാഗമായ നിലമ്പൂർ K സുരേന്ദ്രന് താമര ചിഹ്നത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് അറിയാമല്ലോ. BJP സംബന്ധിച്ച് ഒട്ടും സ്വാധീനമില്ലാത്ത മേഖല എന്ന് പറഞ്ഞുകൂടാ. കഴിഞ്ഞ തവണ 2000 ചില്ലറ വോട്ടുകൾക്ക് മാത്രം LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ള ഈ മണ്ഡലത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്. അതിൽ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന 17,000-ൽ പരം വോട്ടുകൾ വളരെ വളരെ നിർണായകമാണെന്നിരിക്കെ മത്സരിക്കാൻ പോലുമില്ല എന്നൊരു സൂചന നൽകിയത് എന്തിനാണ്? ഇതൊരു അപ്രസക്തമായ തെരഞ്ഞെടുപ്പാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. NDA സ്ഥാനാർത്ഥി വരുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ മത്സരത്തിലൊന്നും ഇല്ല കേട്ടോ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും തന്ത്രങ്ങളായി മാറുന്നത് വസീഫിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല. അത് ഏതായാലും ശത്രുക്കൾ പോലും എതിരാളികൾ പോലും ഒരിക്കലും പറയില്ല BJPക്കൊരു തന്ത്രമില്ല, സ്ട്രാറ്റജി ഇല്ല, അതിൻ്റെ കുറവുണ്ട്. ഞങ്ങളെക്കുറിച്ചിട്ടുള്ള BJPയെക്കുറിച്ചിട്ടുള്ള പ്രതിപക്ഷങ്ങളുടെ ഒരു പ്രചരണം തന്നെ, അല്ലെങ്കിൽ ഒരു ആക്ഷേപം തന്നെ, ഇത് 24/7/30 365 ഡേയ്സ് ഒരു പൊളിറ്റിക്കൽ മെഷീനറിയാണ്, അങ്ങനെ ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാനായിട്ടുള്ള ഓരോരോ പടികളുണ്ട്. CPMന് മാത്രമല്ല, ഞങ്ങൾക്കും ഓരോരോ തന്ത്രങ്ങളും രീതികളുമുണ്ട്. അതിൻ്റെ വഴിക്ക് തന്നെ പോകുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു തിരഞ്ഞെടുപ്പിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ആ കാര്യത്തിലേക്ക്, ഞങ്ങളുടെ പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അഭിലാഷ്, പക്ഷേ താങ്കൾക്ക് ഇന്നൊരു മഹത്തായ ഒരു സന്ദർഭം കിട്ടിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി വക്താക്കൾ പറഞ്ഞ 2 കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണും. താങ്കൾ അത് തീർച്ചയായും അടുത്ത ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ രത്നച്ചുരുക്കം ഞാൻ പറയാം. ഒന്ന്, ഇവിടെ അൻവർ മുന്നോട്ട് വെച്ച ഒരാശയം, അത് തനിക്ക് ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ അല്ലെങ്കിൽ UDFൽ കയറണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഗ്യാരണ്ടി വേണം
ഈ പറഞ്ഞതിനൊക്കെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കോൺഗ്രസ് നേതാക്കളെ വിശ്വാസമില്ല എന്നാണ്. അതുതന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ശ്രീ നൗഷദ് അലി പറഞ്ഞത്. ഈ കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, ആദ്യം സുധാകരൻ്റെ അടുത്ത അനുയായിയും KPCC സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജയന്തും പോയി കണ്ടതെന്നും ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ല, ഏതെങ്കിലും രണ്ട് നേതാക്കൾ പോയി കണ്ടാൽ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ നേരത്തെ തന്നെ സംസ്ഥാന പ്രസിഡൻ്റായി പിരിച്ചുവിട്ടപ്പെട്ട അല്ലെങ്കിൽ തഴയപ്പെട്ട ഒരു ആളുടെ ഈ ഒരു രീതികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, ഇവിടെ ഈ രാഷ്ട്രീയം മറ്റൊരു രീതിയിൽ കോൺഗ്രസ്സിന് അന്യമാകുന്നു അല്ലെങ്കിൽ പിളരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നമുക്കറിയാം ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയം അത് മുസ്ലിം ലീഗിന് ശക്തമായി എതിർപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയമായിരുന്നു. എന്തുകൊണ്ട് അത്തരത്തിൽ മുസ്ലിം ലീഗ് അൻവറിനെ വിളിച്ച് അവിടെ സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ ശബ്ദം മുസ്ലിം ലീഗിൻ്റെ കൂടെ ശബ്ദമാണെന്ന് ജനങ്ങൾ കണക്കാക്കില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടെ? എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് അത്രയൊന്നും ഇപ്പം തൃപ്തികരമല്ലാതെ UDFനോടും കോൺഗ്രസിനോടും നിൽക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയും ഈ പറയുന്ന അൻവറിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് KPCC പ്രസിഡന്റിനും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനും ഇത്രയേറെ അരോചകമാകുന്നുവെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമാണ് ശ്രീ അഭിലാഷ് മോഹൻ കാണേണ്ടത്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ രാഷ്ട്രീയമായി മാറി. അതെ, മുൻ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിനും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയിലെ നേതാവ് ഒരു 10 വോട്ട് കൂടുതൽ കിട്ടാൻ ശ്രമിക്കുമ്പോൾ അത് അരോചകമാകുന്നുവെങ്കിൽ അഭിലാഷ് തീർച്ചയായും ചില പ്രതീക്ഷകൾ എല്ലാ പാർട്ടിക്കും വരും. ഒരുപക്ഷെ CPMനും ഗുണം കിട്ടിയേക്കാം. പക്ഷേ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം തീ പിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ ചോദിച്ചത്, ഇവിടെ ചോദിച്ചതും ചോദിക്കാതെ താങ്കളുടെ ഒരു സ്നേഹം കൊണ്ട് ശ്രീ വസീഫിനോട് ചോദിക്കാതിരുന്നത്, കുഞ്ഞാലിയൊക്കെ ജയിച്ച ഭൂസമരത്തിൽ ജയിച്ച ആ പ്രദേശത്ത് CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതെന്താ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ഒരു വികസനവും നടന്നിട്ടില്ല നിലമ്പൂരെന്നല്ലേ ശ്രീ CPMൻ്റെ നേതാവ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അൻവർ ഭരിച്ചിട്ടും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന MLAമാരുടെ സ്ഥലത്ത് ഞങ്ങൾ ഒരു വികസനവും നടത്തുന്നില്ല എന്നതാണ് CPMൻ്റെ നയമെന്നാണോ ശ്രീ വസീഫ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, അവിടെ CPMൻ്റെ ആളായിട്ട് തന്നെയാണല്ലോ അൻവർ ജയിച്ചത്. എന്നിട്ടും ഒരു വികസനവും നടന്നിട്ടില്ല എങ്കിൽ അല്ലല്ല ഇപ്പോഴും ഞങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്നു പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടത്തിലൂടെയൊക്കെ നടക്കുന്നു. ഇവിടെ വികസനം നടക്കുന്നില്ല. ഇവിടെ എന്ത് വികസനമാണ്? അവിടെ 2 കുളം ഉണ്ടാക്കിയതോ? അവിടെ എന്ത് വികസന വസീഫ് നടന്നത്? നിങ്ങൾ തന്നെ എന്ത് 2 കുളം ഉണ്ടാക്കി വെച്ചതോ? അത് തന്നെ 6 ഏക്കർ കയ്യേറിയതോ? നിങ്ങളുടെ തന്നെ അവിടുത്തെ ഇദ്ദേഹമല്ലേ പറഞ്ഞ് അവിടുത്തെ താലൂക്ക് ഓഫീസറാ പറഞ്ഞത് 6 ഏക്കർ കയ്യേറി തിരിച്ചടക്കണം പറഞ്ഞു. അത് നിങ്ങളുടെ MLA ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഞാൻ താങ്കൾക്ക് തെറ്റുപറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോ വികസനം നടന്നില്ല എന്ന് എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. താങ്കൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ശരി. അപ്പൊ വസീഫ് തന്നെ സമ്മതിക്കുന്നു അവിടെ അൻവർ നടത്തിയിട്ടും യാതൊരു വികസനവും. അതുപോലെ തന്നെ 2 കുളം ഉണ്ടാക്കിയതാണ് ആകെ വികസനമെന്നും അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല എന്ന് ജനങ്ങൾക്കറിയാമല്ലോ. 2 കുളം ഉണ്ടാക്കിയതാണോ 6 ഏക്കർ കയ്യേറിയതാണോ വികസനമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം തീപിടിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല. വരും ദിവസങ്ങളിൽ വലിയ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് മുൻ KPCC പ്രസിഡന്റിരുന്നോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിരുന്നോ അതല്ലെങ്കിൽ CPMലുള്ള ചില ആളുകളുടെ തീരുമാനങ്ങളാണോ എന്നുള്ളത് കാണാൻ പോകുന്നു. തീർച്ചയായും BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും, NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും, ഞങ്ങളും മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ KP നൗഷാദിൽ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, കോൺഗ്രസിനകത്ത് ചില ഉൾപ്പിരിവുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 തവണയായി കോൺഗ്രസ് പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ചെറിയ വോട്ടുകൾക്കാണ്. പക്ഷേ അതിലും ചില ഉൾപ്പിരിവുകളുടെ സൂചന പലരും നിരീക്ഷിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടല്ല നിലമ്പൂരിൽ എന്നുള്ളതുപോലെ. ഇന്നിപ്പോൾ നോക്കൂ, നേരത്തെ ഉന്നയിച്ച ആരോപണം ശിവശങ്കർ ചോദിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ പ്രവീൺ കുമാറും അതുപോലെ തന്നെ K സുധാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ ജയന്തും അൻവറിനെ പോയി കാണുന്നു. അപ്പോൾ അൻവറിനോട് VD സതീശന് പറയാനുള്ള കാര്യങ്ങളല്ല മറ്റു ചില നേതാക്കൾക്ക് പറയാനുള്ളത് എന്നുണ്ടോ? അൻവറിനെ കൊള്ളണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാവുകയും മുസ്ലിം ലീഗ് അതിന് സമാനമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ടോ? നേതാക്കൾ പല തട്ടിലാണോ എന്ന ചോദ്യം ഉയരുകയാണ്. എന്ന് മാത്രമല്ല അൻവർ K സുധാകരൻ്റെ പഴയ അടുത്ത വിശ്വസ്തനുമാണ്. ഞാനിവിടെ നേരത്തെ വസീഫൊക്കെ കുഞ്ഞാലിയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ ഒരു ചെറിയൊരു പശ്ചാത്തലം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് 1969 കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത്. അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1970 നവംബറിലായിരുന്നു. ആ 70 നവംബറിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് 1970 മാർച്ച് അവസാനമാണ്
ഈ നിലമ്പൂരിൽ കുഞ്ഞാലി മരിച്ചതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒരു 7-8 മാസത്തെ ഗ്യാപ്പിൽ സമാനമായ ഇന്നത്തെ അതേ അവസ്ഥയാണ് അന്നും ഉള്ളത്. 8 മാസം അല്ലെങ്കിൽ 9 മാസത്തെ വിടവിലാണ് അന്നും തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് MP ഗംഗാധരനാണ് ആദ്യമായിട്ട് UDF വേണ്ടി കോൺഗ്രസിന് വേണ്ടി മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 970 മുതൽ അങ്ങോട്ട് UDF വലിയൊരു അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ വലിയൊരു മുന്നേറ്റത്തിനായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ തൊട്ടു മുമ്പ് 967 110-ലധികം സീറ്റുമായിട്ട് സപ്തകക്ഷി മന്ത്രിസഭ അധികാരത്തിലുണ്ട്. അപ്പം ഇന്നത്തെ പിണറായി 2ാം തവണ അധികാരത്തിലിരിക്കുന്നതിന് സമാനമായോ അല്ലെങ്കിൽ അതിനോട് താരതമ്യപ്പെടുത്താവുന്ന വിധത്തിലോ സുശക്തമായൊരു സപ്തകക്ഷി ഭരണത്തിൻ്റെ കാലയളവിൽ അവസാനം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ UDF കേരളത്തിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയതിന് സമാനമായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2026 തൊട്ടുള്ള ഞങ്ങളുടെ ഒരു ജൈത്രയാത്രയുടെ അടിസ്ഥാന ശിലയായിട്ട് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം ഇടതുമുന്നണി ഇവിടെ ജയിച്ചതൊക്കെ ഒന്ന് TK ഹംസയായിരുന്നു. അദ്ദേഹം മലപ്പുറം DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് CPM-ന്റെ അല്ലെങ്കിൽ LDF സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. പിന്നെ 2 തവണ അൻവറാണ് ജയിച്ചത്, അതും CPM-ന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളാണ്. അപ്പം ഇത്തരത്തിലൊക്കെ വേഷം മാറ്റി ആളുകളെയൊക്കെ ഈ പിള്ളേര് പിടുത്തക്കാരെ പോലെ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അംഗവിഹീനരാക്കി ദൈന്യത ഊറുന്ന മുഖഭാവം ശരീരഭാഷയൊക്കെ വരുത്തി പിച്ച തണ്ടുന്നത് പോലെ CPM ഇപ്പോൾ പിള്ളാരപ്പിടുത്തം പോലെ ഇപ്പോൾ സ്ഥാനാർത്ഥി പിടുത്തത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, ഏതെങ്കിലും പാർട്ടി ആവട്ടെ, രൂപമാറ്റമൊക്കെ വരുത്തി അംഗവൈകല്യമൊക്കെ വരുത്തി ദൈന്യതയാർന്ന രീതിയിൽ പൊതുജനത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് വോട്ട് കിട്ടാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. എത്രമാത്രം അപമാനകരമായ നിലയാണ് CPM-ൻ്റെത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പിന്നെ BJP സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്നില്ല, അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഉന്നമെന്ന് അവരുടെ പാർട്ടി തന്നെ പറഞ്ഞ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, നിലമ്പൂരാണ്. രാജ്യത്തെ 4 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ ചർച്ചയാവും. ഇവിടെ വിദൂര 3ാം സ്ഥാനത്ത് 4ാം സ്ഥാനം നോട്ടക്കടുത്തൊരു വോട്ടുമായിട്ട് നിൽക്കുന്ന BJP ആ ചിത്രം അവരെ ഭയപ്പെടുത്തുന്നു. ചിലപ്പോൾ അവർ മത്സരിക്കില്ലായിരിക്കാം, CPM-ഉമായിട്ടുള്ള ധാരണ പ്രകാരം പോവുമായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഘടകകക്ഷി നാമമാത്ര ഘടകകക്ഷികളുടെയൊക്കെ പേരിൽ ഈ മത്സരം ഒതുക്കുമായിരിക്കാം. അപ്പോൾ ഇവിടെ BJP-യും CPM-ഉമാണ് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ, വരക്കാൻ ഒരു ചുമരില്ലാതെ, ചിത്രമെഴുതാൻ മഷിയില്ലാതെ, അതിന് വേണ്ട കൈകളില്ലാതെ ഇവിടെ അലഞ്ഞു തിരിയുന്നത് ഈ 2 പാർട്ടികളുമാണ്. ഞങ്ങളിപ്പോൾ അഭിലാഷിനെ അറിയാമല്ലോ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു, ഞങ്ങളുടെ ഉന്നത നേതൃത്വ യോഗം കഴിഞ്ഞു. ഇവിടെ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും സണ്ണി ജോസഫും അടക്കമുള്ള ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ അതിദൂരം ഞങ്ങളുടെ നായകനായ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അത് വലിയ ദൂരം പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ പിറകിലെങ്കിലും ഓടിയെത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി, കോൺഗ്രസിന്റെ നേതാക്കൾ PV അൻവറിനെ കാണാൻ പോയി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ കാണാൻ പോയി. ഇത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞയച്ചതല്ല, ഞങ്ങളുടെ കൺസെന്റോട് കൂടി അല്ല. എന്നാൽ ആർക്കെങ്കിലുമൊക്കെ അൻവറിനെ കാണുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. എന്താ UDF-ന്റെ സമുന്നതനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ഇന്ന് അൻവർ പോയിട്ടുണ്ട്. അതിലും വലുതൊന്നും അല്ലല്ലോ DCC പ്രസിഡന്റിന്റെയും KPC ജനറൽ സെക്രട്ടറിയുടെയൊക്കെ സന്ദർശനം. അത് വ്യക്തമാക്കിയ സ്ഥിതിക്ക് വീണ്ടും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഏതായാലും അൻവർ തൻ്റെ തെറ്റും തൻ്റെ അബദ്ധമൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നില്ലെങ്കിൽ അൻവറിൻ്റെ കൂടെ ആ അനുഭാവവുമായിട്ട് നിന്നിരുന്ന മുഴുവൻ ആളുകളും അൻവറിനെ കൈയൊഴിയും. അവരിപ്പോൾ തന്നെ ഞങ്ങളുമായിട്ടൊക്കെ വലിയ സമ്പർക്കത്തിലും പിന്തുണയിലുമാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യരുടെ മനസ്സ് ഏതെങ്കിലും തരത്തിലുള്ള ബാലിശമായ വിലപേശലിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കിയാൽ അവരുടെ ഭാവിക്ക് നന്ന്. ശരി, അവിടെ ശ്രീ ജേക്കബ് ജോർജ്, അൻവറിനെ പിണക്കേണ്ടതില്ല എന്നൊരു സ്ട്രാറ്റജി UDF തീരുമാനിച്ചാൽ അതും തന്ത്രപരമാണല്ലോ. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മറ്റ് പല മണ്ഡലങ്ങളെയും പോലെ UDF-നെ സംബന്ധിച്ച് UDF-ന്റെ മഹാഭൂരിപക്ഷമൊന്നും കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലമല്ല നിലമ്പൂർ. ഏറ്റവും ഒടുവിൽ ആര്യാടൻ 2018 ജയിക്കുമ്പോൾ പോലും ഭൂരിപക്ഷം 6000-ൽ താഴെയാണ്. അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ ഇതൊരു ഫൈറ്റിംഗ് സീറ്റാണ്. 2 തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ വിജയിച്ചു. PV അൻവറിന് സ്വന്തമായി വോട്ട് സമാഹരിക്കാനുള്ള ശേഷി കൊണ്ടുകൂടിയാണല്ലോ അൻവർ അവിടെ ജയിക്കുന്നത്. അപ്പോൾ ഒരു ടൈറ്റ് മത്സരം വന്നാൽ, കഴിഞ്ഞ തവണ 2000-ൽ പരമേ ഉള്ളൂ ഭൂരിപക്ഷം, ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നു കഴിഞ്ഞാൽ അൻവറിനെ സ്വാധീനിക്കാൻ കഴിയുന്ന, അൻവറിന് പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. ഒരു ഈസി വാക്ക് ഓവർ അല്ല എന്ന് UDF കാണുന്നത് കൊണ്ടാകുമല്ലോ എല്ലാ സാധ്യതകളും അടച്ച് കൃത്യമായി നമുക്ക് കിട്ടേണ്ട എല്ലാ വോട്ടുകളും ഉറപ്പിക്കാമെന്നൊരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് KP നൗഷദ് അലി പറയുന്നത്
അദ്ദേഹം തെറ്റുതിരുത്തി കോൺഗ്രസിൻ്റെ പിന്തുണയുമായിട്ട് വരും എന്നാണ്. അങ്ങനെയൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ, സംശയമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി, രാജ്യം ഭരിച്ച പാർട്ടി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലൊന്ന്, അതിങ്ങനെ ഒരു വ്യക്തിയുടെ, ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ എന്തുമാത്രം ഇതുണ്ടെന്ന് നമുക്കറിയാം. ഒന്നുമില്ല, തൃണമൂൽ കോൺഗ്രസ് ഇപ്പം ഏതായാലും വരട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, വരട്ടെ, അതൊക്കെ വന്നോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കെഞ്ചുന്നത്, സുധാകരനെ പോലെ മുൻ KPC പ്രസിഡന്റ് അവിടെ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഒക്കെ ഒരു മ്ലേച്ഛമായ കാര്യമല്ലേ? കോൺഗ്രസിന് സ്വന്തമായ ഒരു വ്യക്തിത്വം വേണ്ടേ? ആ വ്യക്തിത്വം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്തസ്സ് ഒരു വ്യക്തിയുടെ മുന്നിൽ അടിയറവ് പറയാമോ? ഇത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാക്കൾ ശക്തമായ നിലപാട് ഉറപ്പിക്കണം, ശക്തമായ വർത്തമാനം പറയണം. അത് പറയാൻ ശേഷിയില്ലാത്തൊരു നേതൃത്വത്തെയാണ് കാണുന്നത്. അത് സങ്കടകരമാണ് എന്ന് തന്നെ പറയട്ടെ. പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട ശിവശങ്കർ പറഞ്ഞു കോൺഗ്രസ് പിളർന്നു പോകുമെന്ന്. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. എനിക്ക് കോൺഗ്രസിനകത്തെ മുസ്ലിം നേതൃത്വം, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയ്ക്ക് ഷൗക്കത്ത് ആര്യാടൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അങ്ങേയറ്റം സുതാര്യമായ മതേതര നിലപാട് തന്നെയാണ്. അത് അദ്ദേഹം ഒരിക്കലും ലീഗിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ലീഗിൻ്റെ മുന്നിൽ വച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുസ്ലിം വ്യക്തി എന്ന നിലയ്ക്ക്, മുസ്ലിം പേരുകൊണ്ട് മുസ്ലിമാണല്ലോ, അല്ല. ആര്യാടിനും അങ്ങനെ തന്നെയായിരുന്നു. കോൺഗ്രസിൻ്റെ അകത്ത് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ ഇങ്ങോട്ടൊരു ചരിത്രമുണ്ട്. മതേതര മുസ്ലിം, ദേശീയ മുസ്ലിം എന്നൊക്കെ വിശേഷിക്കപ്പെട്ട ഒരു മുസ്ലിം നേതൃനിരയുണ്ടായിരുന്നു എപ്പോഴും. അതിൻ്റെയൊക്കെ പിന്തുടർച്ചക്കാരാണ്. അങ്ങനെയുള്ളവർ കോൺഗ്രസിൻ്റെ അഭിമാനമാണ്. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അൻവർ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം കോൺഗ്രസ് വേണം അൻവറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ഞങ്ങളോട് നിൽക്കണ്ട എന്ന് പറയാനുള്ള ആർജവം, ധൈര്യം കോൺഗ്രസ് നേതാക്കൾ കാണിക്കുമോ എന്നുള്ളതാണ് അഭിലാഷേ ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അത് ഓക്കെ, കോൺഗ്രസ് എന്താണ് അക്കാര്യത്തിൽ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് തന്നെ പറയണം. പക്ഷേ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് വേളയിൽ അപഹസിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയും ഉറപ്പിക്കാത്ത കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത്. ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് അക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് ഉണ്ടാകാൻ വഴിയില്ല താനും. ശ്രീ വസീഫ്, ഇവിടെ ഇപ്പോൾ താങ്കൾ കുഞ്ഞാലിയുടെ പാരമ്പര്യവും മറ്റുമൊക്കെ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് നിങ്ങളുടെ സിറ്റിക്ക് സീറ്റാണ്. പുതുപ്പള്ളി തോറ്റതുപോലെയോ തൃക്കാക്കര തോറ്റതുപോലെയോ ആകില്ല നിലമ്പൂർ തോറ്റാൽ സംഭവിക്കുക. ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന വർഷത്തെ, 5ാം വർഷത്തെ ഒരു പരീക്ഷ പോലെയാണ്. നമ്മളിപ്പോൾ കൊല്ലപ്പരീക്ഷ നടക്കാൻ പോകുന്നതിന് മുമ്പ് ക്രിസ്മസ് പരീക്ഷ, ഓണപരീക്ഷയൊക്കെ നടത്തില്ലേ, അതുപോലത്തെ ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇവിടുത്തെ സ്കോർ വളരെ നിർണായകമാണ്. പിണറായി 3.0 എന്ന നറേറ്റീവ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, തുടർഭരണം വീണ്ടും വരികയാണ് എന്ന് പറയണമെങ്കിൽ നിലമ്പൂർ ജയിക്കണം. ആ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ്? അഭിലാഷിന് തോന്നുന്നുണ്ടോ ഇവിടെ ഇടതുപക്ഷം തോൽക്കുന്നത്? ഒരിക്കലും ഇല്ല. നോക്കൂ നിങ്ങൾ, ഇവര് കൊണ്ടുപിടിച്ച ശ്രമമായിരുന്നു. ഇത്ര ദിവസമായിട്ടുള്ള പ്ലാനിങ്, ആ കനകൊലുവിൻ്റെ ഒക്കെ ഉപദേശവും ഒക്കെ ആയി നടന്നതാ. അങ്ങനെ കനകൊലു കോൺഗ്രസ് കമ്മിറ്റി അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥി, അവതരിപ്പിച്ച ഉടനെ തന്നെ കിട്ടിയില്ലേ തലമണ്ടക്കടി, കാല് പിടിച്ച് നിലത്തടിച്ചു. ആര്? PV അൻവർ ഈ സ്ഥാനാർത്ഥിയെ. എന്നിട്ട് ആ അൻവറിന്റെ കാല് പിടിക്കാൻ കോഴിക്കോട്ടെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ജയന്തും ഒക്കെ ചെല്ലുക. കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞ് കേണപേക്ഷിക്കുക, അയ്യോ ഒന്ന് വഴങ്ങണേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നൗഷാദ് അലിക്ക് ഇവിടെ വന്നിട്ട് അതാരോ പറഞ്ഞയച്ചതാകാം, അതൊരു ഇതിന്റെ ഭാഗമാകാം. എന്തൊരു അപഹാസ്യമാണ് കഥ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിന്റെ വികസനം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വോട്ട് വാങ്ങും. അത് ഈ മണ്ഡലം മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു മുന്നേറ്റമുണ്ട്.
അതിനു മുൻപുള്ള കേരളമുണ്ട്. അടച്ചുപൂട്ടുന്ന സ്കൂളുകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്, പൊളിഞ്ഞ റോഡുകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഈ കേരളത്തിലെ സകലമാന PSC ലിസ്റ്റുകളും ഫ്രീസ് ചെയ്യുന്ന തരത്തിലേക്ക് നിയമന നിരോധനം ഉണ്ടായിരുന്ന കാലമായിരുന്നു ഇവിടെ. തീവ്രമായും വലതുപക്ഷ നയങ്ങളിലേക്ക് പോകുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇവിടെ വർഗീയതയും വർഗീയ കലാപവും ഇവർ തമ്മിലുള്ള ചേരിപ്പോരുകളും കൊണ്ട് ഒരു വികസനവും നടക്കാത്ത നാടാണ് ഈ നാട് അന്ന് UDFന്റെ കാലത്ത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇച്ഛാശക്തിയുടെ പ്രതിരൂപം ഇടതുപക്ഷത്തിന്റെ നേതൃത്വം ഒരുമിച്ച് നിന്ന് കേരളത്തിൽ ഇതാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. അതിന്റെ ഭാഗമാണ് ഇവിടെ ഈ നിലമ്പൂരും. ഈ നിലമ്പൂരിൽ നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ റോഡുകളെ കുറിച്ച് പറഞ്ഞു. 24 സ്കൂളുകളിലാണ് 42 കോടി രൂപ മുടക്കി ഹൈടെക് ആക്കിയത്. ഈ സ്കൂളുകളെയെല്ലാം മികച്ച നിലവാരത്തിലേക്ക് സ്കൂളുകളെ മാറ്റുക. മലയോര ഹൈവേന്റെ പുറകിലൂടെ പോവുക. പരമാവധി ഇവര് എല്ലാ വികസനവും മുടക്കാൻ വേണ്ടി ഇവർക്ക് സ്വാധീനമുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതൊക്കെ അതിജീവിച്ച് മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഈ നിലമ്പൂരിൽ ഉൾപ്പെടെ. അതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഭരണകക്ഷിയോട് ഒപ്പം നിൽക്കുന്ന ഒരു MLA ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകും. അതിലൊരു തർക്കവും വേണ്ട. ഈ ഇടതുപക്ഷം LDF 3.0 ഇതാ വരിക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശങ്കയാണ്. എന്താ ആശങ്ക? ഈ സ്ഥാനാർത്ഥിയെ ഇനിയിപ്പോൾ ഇവർ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയാണ് ഇവർ കരുതുന്നത്. ഒന്നുമല്ല, ഇവർ കനകൊലുവിന്റെ ഉപദേശം തേടി ഇവിടുത്തെ സാമുദായിക പരിഗണനയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. എന്നിട്ട് നേരെ ഏതാ സ്ഥാനാർത്ഥി പോകുന്ന എവിടേക്കാ? പാണക്കാടേക്കാ. ഈ പാണക്കാടെ കുറിച്ചും പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ചുമൊക്കെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഈ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞിരുന്നത്? ഇവരുടെ അഭിപ്രായം എന്തായിരുന്നു? അപ്പൊ ഇതൊക്കെ ഈ മണ്ഡലത്തിലുണ്ട്. ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള നല്ല ഒരു വിശദീകരണം തന്നെ ആര് കൊടുത്തു? ഇവരുടെ പ്രധാനപ്പെട്ട സഹചാരി, ഇവരുടെ ഉപദേഷ്ടാവൊക്കെ ആയിട്ട് ഇപ്പൊ നടക്കുന്ന, അല്ലെങ്കിൽ കനകൊലുവിന്റെ ടീമായി നടക്കുന്ന ആള് തന്നെ. എന്റെ ചോദ്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ പുറത്തിറക്കിയല്ലോ, ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അതായത് ഭരണ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ലാതെ ഇപ്പോ ആര്യാടൻ ഷൗക്കത്ത് മുമ്പ് പാണക്കാട് തങ്ങന്മാരെ വിമർശിച്ചിട്ടുണ്ട്. പാണക്കാട് തങ്ങന്മാരെ വിമർശിച്ച ഷൗക്കത്തിന് നിങ്ങളൊന്നും വോട്ട് ചെയ്യല്ലേ എന്ന് പറയലാണോ നിങ്ങളുടെ പൊളിറ്റിക്സ്? നമ്മള് എല്ലാ തെരഞ്ഞെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിലയിരുത്തൽ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുക. അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഞങ്ങളുടെ വികസന പ്രവർത്തനത്തെയും എല്ലാം വിലയിരുത്തുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുക. ഞങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചു, ഞങ്ങൾ ഈ നാടിന് മുമ്പിൽ വെക്കുന്നത് വർഗീയതയില്ലാത്ത, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല നാട് എന്ന് തന്നെയാണ്. നവകേരളത്തിലൂടെ ഈ നാടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവർക്കും വികസനമുണ്ടാകുന്ന ഒരു നല്ല നാളെ അതാ ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും സൗകര്യങ്ങൾ ഉണ്ടാകണം. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, ഈ കോളനികളിൽ ഉൾപ്പെടെ, ഇവിടെയുള്ള നിരവധി കോളനികളിൽ ഉൾപ്പെടെ ഇപ്പോഴാണ് വൈദ്യുതീകരണം പൂർത്തീകരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വൈദ്യുതീകരണം പൂർത്തീകരിക്കുക. ഇവിടുത്തെ റോഡുകൾ, ഇവിടുത്തെ സ്കൂളുകൾ, ഈ മലയോര മേഖലയിൽ കൊണ്ടുവരുന്ന വികസനങ്ങൾ 2000-ഓളം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ പോലും നടപ്പിലാക്കുന്നത്. അങ്ങനെ കേരളത്തിലുടനീളം വികസനം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ തുടർച്ച ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകും. അവിടെയൊന്നും ഇവരുടെയൊന്നും ഈ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമോ പിടിവലിയോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമവാക്യം ഒപ്പിക്കലോ ഒന്നും ജനങ്ങൾ കാര്യമാക്കില്ല. ഇവർ എന്തു തന്നെ പറഞ്ഞാലും ഈ നാടിൻ്റെ വികസനവും നാട്ടിൽ ഒരു അച്ചടക്കമുള്ള ഒരു അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയം, ഒരു മുന്നണി, ആ മുന്നണിയെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനി നിങ്ങൾ എന്ത് വിലയിരുത്തലായാലും ആ വിലയിരുത്തലിനെ എല്ലാം അംഗീകരിച്ച് പരിശോധിച്ച് പോകുന്നവരാ ഞങ്ങൾ. ഒരു തർക്കവും വേണ്ട, ഇവിടെ ഞങ്ങൾ ജയിച്ചിരിക്കും. ഇപ്പോൾ ഇവര് ഈ അൻവറിനെയൊക്കെ സമാധാനിപ്പിച്ച് കൂടെ നിർത്തി ഇനിയിപ്പോ അടുത്ത ദിവസം മുന്നണിയിൽ വരാൻ പോവാ. ആര്? ഇവർ അവതരിപ്പിച്ച വലിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലർത്തി അടിച്ച ആളെ ഇപ്പൊ അടുത്ത ദിവസം മുന്നണിയിൽ എടുക്കുന്ന തൊട്ട സ്റ്റേറ്റ്മെന്റ് ആരുടെ? ഉടനെ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആരുടെ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ. ഇത്ര അപഹാസ്യരാകുന്നവരാണ് ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഞങ്ങൾ മാത്രമാണ് നിർത്തുക? കേരളത്തിൽ ആരൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്? കോൺഗ്രസിന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവാറില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര സ്ഥാനാർത്ഥി പോട്ടെ, അവർ ഇതൊന്ന് പറഞ്ഞാൽ മതി, SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയോ?
ഞങ്ങളുടെ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി നിങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചോദിച്ച സമയത്ത് തന്നെ അസന്നിഗ്ധമായി പറഞ്ഞു, SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, വർഗീയത പറഞ്ഞ് ഈ നാടിനെ വിഭജിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇതാ നിലപാട്. അതെങ്കിലും പറയട്ടെ ചുരുക്കി. എന്നിട്ട് BJPയുടെ വോട്ട് ഞങ്ങൾക്കെന്ന് ആരാ BJP UDF എടുക്കും BJPയുടെ നരേന്ദ്രമോദിയേക്കാൾ മോശമാണ് പിണറായി വിജയൻ എന്ന് അങ്ങനെ പോലും പറയാൻ മടി കാണിക്കാത്തവരായി ഇവര്. ശരി, അത് പറഞ്ഞത് അൻവറാണല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു LDFും UDFും തമ്മിൽ, അല്ലെങ്കിൽ അൻവറും പ്രകാശും തമ്മിൽ. വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അൻവർ ഇവിടെ കടന്നുകൂടിയത്. BJP വിദൂരമായ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഇത് ഒരു ഇരുധ്രുവ മത്സരം, രണ്ട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ തമ്മിലുള്ള മത്സരം മാത്രമായി പരിമിതപ്പെടുകയാണോ ഇത്തവണയും? നോക്കൂ, നമ്മളുടെ ഒരു ചരിത്രമുണ്ടല്ലോ. റോം ഒരു ദിവസം കൊണ്ട് അല്ല സൃഷ്ടിക്കപ്പെടുന്നത്. പല പല കാലഘട്ടങ്ങളിൽ പല പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്ന വോട്ടുകൾ, അവയുടെ ഒരു മുന്നേറ്റമാണല്ലോ ഒരു തിരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഒറ്റ തിരഞ്ഞെടുപ്പിലല്ല അങ്ങനത്തെയുള്ള ഭാഗ്യം അല്ലെങ്കിൽ നേട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും റയറായിട്ട് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് വസീഫിന് അറിയായിരിക്കും, അത് ത്രിപുരയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 10% 30% ഒക്കെ ആയിട്ടുണ്ട്. ചിലയിടത്ത് ഉണ്ടാവും, ചിലയിടത്ത് ഉണ്ടാവില്ല. അത് അവസാന കാലഘട്ടത്തിലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഒരു പക്ഷേ അതും ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചനയാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ. എന്നോട് മറ്റ് രാഷ്ട്രീയക്കാരേക്കാൾ ശക്തമായി എതിർത്തത് ശ്രീ ജേക്കബ് ജോർജാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് അഭിപ്രായത്തിൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ മര്യാദയില്ലാത്ത, മുന്നണി ബോധമില്ലാത്ത അൻവറിനെ എന്തിനാണ് ഇവർ പിന്തുണയ്ക്കുന്നത് എന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് ജനാധിപത്യ ബോധമില്ലാത്ത അല്ലെങ്കിൽ മുന്നണി മര്യാദ ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആണ് എന്ന് ശ്രീ ജേക്കബ് ജോർജ് വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 2 വർഷമായിട്ട് ശ്രീ ഇപ്പോഴത്തെ അരിയടൻ ഷൗക്കത്ത് അദ്ദേഹം CPMനെതിരെ ഏതെങ്കിലും ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റുകൾ 2 വർഷത്തായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ കാര്യമായ അത്തരത്തിലുള്ള ഒരു CPM വിരോധമോ ഒരു LDF വിരോധമോ കാണിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് പോയേക്കാം എന്നുള്ള സൂചനയല്ലേ ആ നൽകിയത്? അതുമാത്രമാണോ? കോൺഗ്രസിനൊരല്പമെങ്കിലും ജനാധിപത്യ ബോധമോ നട്ടെല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഈ അൻവറിനെ കുറിച്ച് അല്ലെങ്കിൽ അൻവറിൻ്റെ വീട്ടിലിങ്ങനെ കെട്ടിക്കിടക്കുമോ? മുൻപ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അൻവർ എന്താ പറഞ്ഞത്? ഹീസ് എ 4th grade പൊളിറ്റീഷ്യൻ എന്നല്ലേ പറഞ്ഞത്? അടുത്തത് BJPക്കാരോ കോൺഗ്രസ് CPMകാരോ പോലും പറയാത്ത അദ്ദേഹത്തിൻ്റെ DNA പരിശോധിക്കണം എന്ന് അദ്ദേഹം 2003 പറഞ്ഞില്ലേ? DNA പരിശോധിക്കണം. അദ്ദേഹം ഗാന്ധി കുടുംബത്തിലാണോ? അങ്ങനെ കുറേ പറഞ്ഞു. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇതൊരു ചർച്ച കാരണം ഞാൻ ആ കാര്യം പറയുന്നില്ല. അദ്ദേഹം മോദിയുടെ ഏജൻ്റാന്ന് വരെ വേറൊരു പ്രസംഗത്തിൽ പറഞ്ഞു. 153A പ്രകാരം കേസെടുപ്പിച്ചു ഹസൻ. ചെറിയ നേതാവൊന്നുമല്ല, ഹസനാണ് കേസ് കൊടുത്തത്. 125 ഉണ്ടായിരുന്നു കേസ്. എത്രത്തോളം ശക്തമായിട്ടാണ് അന്ന് അൻവർ ഇവരെയൊക്കെ എതിർത്തതും ഇദ്ദേഹത്തെ തന്നെ, പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ. എന്നിട്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുവാനും അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥിയെ വയ്ക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാനും ഇതുവരെ നിശ്ചയിക്കുമ്പോൾ ആ പാർട്ടിയുടെ അധപ്പതനമെന്നും കോൺഗ്രസിനെ വിശ്വസിക്കുന്ന, കോൺഗ്രസിനോട് സ്നേഹമുള്ള രാഷ്ട്രീയക്കാർ പോലും, ആ മുസ്ലിം ലീഗിൻ്റെ കാര്യം വിടൂ, അവർക്ക് പോലും നിലമ്പൂര് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പിന്തുണയോട് മത്സരിക്കാൻ സമ്മതിക്കേണ്ടാവില്ല. അത് സ്വാഭാവികമല്ലേ? അതിനുശേഷമാണ് അദ്ദേഹം അടുത്തത് ഇവിടെ നൗഷാദ് വേറൊരു കാര്യം പറഞ്ഞത്, ഞങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണെന്ന്. ഇത് തന്നെയാണ് തൃശ്ശൂരും പറഞ്ഞത്. തൃശ്ശൂർ സ്ട്രാറ്റജിയായി കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിർത്തി നെറ്റിപ്പട്ടം കെട്ടി മുഖം ചിലർ തുടച്ചു കൊടുത്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ തൃശ്ശൂർ വിജയം സുനിശ്ചിതമാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അന്നൊന്നും ചിലത് നടന്നില്ല. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരോ ആരും ഉണ്ടായിരുന്നില്ല BJP ജയിക്കുമെന്നോ ശ്രീ സുരേഷ് ഗോപി ജയിക്കുമെന്നോ പറയാൻ. പക്ഷേ ജനങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകും, ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാകും. അത് കരുവന്നൂർ തൊട്ട് ഈ നിലമ്പൂർ വരെയുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ CPMൻ്റെ നേതാവ് ഒരൊറ്റക്കാരുണ്ട് പറഞ്ഞോട്ടെ, CPMൻ്റെ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു പവർ കട്ട് ഉണ്ടാവില്ല എന്ന്. CPMൻ്റെ കാലഘട്ടത്തിൽ എത്ര പവർ ഹൗസുകളുണ്ടായി, എത്ര ജനറേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അത് കൂടംകുളം പദ്ധതിയിൽ നിർമ്മിച്ച സാധനം, അതുപോലെ തന്നെ അത് ഇടമൺ വഴി കൊണ്ടുവന്നതല്ലേ? അത് രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ലേ? കൂടംകുളം പദ്ധതി തകർക്കാൻ
കൊടുക്കാനല്ലേ VS അച്യുതാനന്ദൻ അങ്ങോട്ട് പോയത്. ഇടമൺ പദ്ധതിക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർപ്പുണ്ടാക്കിയത് ഇടുക്കിയിലെ മണിയും മറ്റുള്ള ആളുകളുമല്ലേ. അപ്പോൾ നിങ്ങൾ നിരന്തരം എതിർത്തിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഇവിടെ പവർ കട്ട് ഇല്ലാതാക്കിയപ്പോൾ അതും നിങ്ങളുടെ നേട്ടമാണെന്ന് പറയുവാൻ ചെറുതല്ലാത്ത രാഷ്ട്രീയ ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊലിയുടെ കട്ടിയും വേണം എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ശരി, അതാണ് BJPയുടെ വാദം. അപ്പോൾ നൗഷാദിലെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ PV അബ്ദുൽ വഹാബിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി. അൻവർ UDF-നൊപ്പം ഉണ്ടാകുമെന്ന് വഹാബ് പ്രഖ്യാപിക്കുന്നു. ലീഗ് നടത്തുന്നത് മധ്യസ്ഥതയല്ല എന്ന് PMA സലാം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം UDF-ന്റെ ഭൂരിപക്ഷവും പറയുന്നു. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് അൻവറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഈ അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇത്ര താല്പര്യമെടുക്കുന്നത് എന്തിനായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇവിടെ ഈ അൻവർ വിഷയം എന്ന് പറഞ്ഞൊരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകൾ അത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ, അതിനോട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സമീപനമുണ്ട്. ആ സമീപനം അദ്ദേഹത്തിന് സ്വീകരിച്ച് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആവാം. അല്ല, അദ്ദേഹം ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിനോ അന്ത്യശാസ്ത്രമൊന്നും ചെവിയോർക്കുകയോ അതൊന്നും ഞങ്ങളുടെ മുമ്പിലൊരു കൺസേണേ അല്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് തീരുമാനിക്കാം സ്വയം ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ ഈ പിന്നെ കരക്കടക്കാൻ പോകുന്ന കപ്പലിൽ കയറണോ എന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിന് നേർബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും അദ്ദേഹത്തിന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മുടെ രാഷ്ട്രീയ പരിസരമാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസുമായിട്ടും ലീഗുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി നിരവധി കൂടിക്കാഴ്ചകൾ കണ്ടോൺമെന്റ് ഹൗസിൽ ഉൾപ്പെടെ പാണക്കാടും കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലൊക്കെ അടക്കം നടത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. എന്താ അന്നില്ലാത്ത ഒരു അസ്കിത ഇന്ന്? അദ്ദേഹം ഏത് വീട്ടിലും അദ്ദേഹത്തിന് പോകാം, ആരെയും അദ്ദേഹത്തിന് കാണാം. അങ്ങനെ അദ്ദേഹത്തിനൊരു മനസ്സാന്തരം ഉണ്ടായി. അദ്ദേഹം നിലപാട് തിരുത്തി നിരുപാധിക പിന്തുണയുമായിട്ട് വരുന്നെങ്കിൽ വരാം, ഞങ്ങൾ അതിന് കാത്തു നിൽക്കുന്നില്ല എന്ന് അല്പനിമിഷം മുമ്പ് അഭിലാഷ് ഉൾപ്പെടെ VD സതീശൻ നടത്തിയ പത്രസമ്മേളനം ഈ വേദിയിൽ വെച്ച് തന്നെ, ഈ പരിസരത്ത് വെച്ച് തന്നെ നിങ്ങൾ കേട്ടതാണ്. പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇവിടെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ നേരത്തെ വസീഫ് എന്തൊക്കെയോ അദ്ദേഹം ഈ PRDയുടെ പരസ്യം വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്നു പറഞ്ഞ് നേരിടാൻ MV ഗോവിന്ദനോ പിണറായി വിജയനോ ധൈര്യമുണ്ടോ? നേരത്തെ MV ഗോവിന്ദൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ വസീഫൊക്കെ പറയുന്ന ഈ വികസനവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇത് ഇടത് ഗവൺമെൻറ്റിൻ്റെ 4 വർഷത്തെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ 9 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് നിങ്ങൾ ഈ കണക്കും കെട്ടുമൊക്കെ അഴിക്കുമ്പോൾ ഞങ്ങളത് സഹിഷ്ണുതയോടെ കേട്ട് നിൽക്കാം. അല്ലാത്ത പക്ഷം അതൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രേക്ഷകർക്ക് തന്നെ ചിരിയായിരിക്കും വരിക. പിന്നെ ശിവശങ്കറൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും മുന്നണി എന്ന് പറഞ്ഞ നാമമാത്രമായ കുറേ കക്ഷികളുണ്ട്. അവർ ഏത് സമയത്തും പരിഭവവും പരാതിയായിട്ട് നടക്കുന്ന ആളുകളാണ്. പിന്നെ കേന്ദ്രഭരണവും EDയും ഇൻകം ടാക്സും ഒക്കെ ഉള്ളതുകൊണ്ട് BJP പാളയത്തിൽ നിന്ന് മാറുന്നില്ല എന്നേ ഉള്ളൂ. അത്തരം ആളുകളുടെയൊക്കെ മുതുകത്ത് ഈ സീറ്റ് വെച്ച് കെട്ടാനാണോ പരിപാടി? നിങ്ങൾക്ക് കേരളത്തെ പറ്റി, ഈ നിലമ്പൂരിനെ പറ്റി, സംസ്ഥാന രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയുക എന്നല്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ജേക്കബ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ നിരാശയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശങ്കകൾ സതുദ്ദേശപരമാണെങ്കിൽ അത് തീർക്കാൻ പാകത്തിലൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉറക്കം നടിക്കുന്ന ആളുകളെയൊന്നും നമുക്ക് വിളിച്ചുണർത്താൻ കഴിയില്ല. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി അദ്ദേഹം ഉറങ്ങുകയാണ് എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉറക്കം നടിക്കുകയാണ് എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ ജേക്കബ് ജോർജ്, ഈ ഉപതെരഞ്ഞെടുപ്പ് LDF-നാണോ UDF-നാണോ കൂടുതൽ നിർണായകം? ഇതൊരു സെമി ഫൈനൽ പോലെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഇത്. ഞാൻ ഓർക്കുന്നത് 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ്. അന്ന് UDF 2015 ജയിച്ചു. ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു പറച്ചിൽ എന്ന് പറയുന്നത് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം വരും എന്നുള്ളതായിരുന്നു. പക്ഷേ 2016 അത് സാധ്യമായില്ല എങ്കിൽ പോലും ഇതിപ്പോൾ ആ തരത്തിൽ 2015 അരുവിക്കര പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ടെസ്റ്റ് കേസായിട്ട് വരുമ്പോൾ ആർക്കാണ് കൂടുതൽ നിർണായകം? ഒന്നാമത്തെ കാര്യം അഭിലാഷ്, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം എങ്ങും എത്തുകയില്ല. അതൊരു ചൂണ്ടുപലകയാവാം, അതൊരു ചൂണ്ടുപലക മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്കൊണ്ട് രാഷ്ട്രീയം, ഇതിൻ്റെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം വളരും.
ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അപ്പോഴത്തേക്ക് ഉപതിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം മറക്കും. അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. അതിൻ്റെ ചൂടും ചൂരുമൊക്കെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ വിട്ടുപോകും. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരുപോലെ പ്രധാനമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നീട് ഞാൻ നമ്മുടെ KP നൗഷദ് അലിയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന രാഷ്ട്രീയത്തെ അതേ തരത്തിൽ സുതാര്യമായിട്ട് പറയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, വസീഫിൻ്റെ പാർട്ടി ഏതെങ്കിലും ഘടകകക്ഷിയുടെ നേതാവ്, ഏതെങ്കിലും ഒരു നേതാവ് എന്നിട്ട് നിങ്ങളെ അവിടെ നിർത്തിയ ആളിനെ ശരിയായിട്ടില്ല കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? പിണറായിയുടെ മുഖത്ത് നോക്കി പറയുമോ ആരെങ്കിലും? പറയുമോ അഭിലാഷേ? പറയുമോ KP നൗഷദ് അലി? പറയുകയല്ല. അതാണ് പാർട്ടിയുടെ കരുത്ത്, അതാണ് പാർട്ടി നേതൃത്വത്തിന്റെ കരുത്ത്. പാർട്ടി നേതൃത്വത്തിന്റെ കരുത്ത് വേണം. കരുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ കയറി നിരങ്ങും. അല്ല, ഞാൻ പറയുന്നത് കേക്ക്. അങ്ങനെ കരുത്ത് കാട്ടിയില്ലെങ്കിൽ ഈ അൻവർമാർ നിങ്ങളുടെ നേതാക്കന്മാരുടെ നെഞ്ചത്ത് കയറി നിരങ്ങും നൗഷദ് അലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ശിവശങ്കർ പറഞ്ഞത് മറ്റു പാർട്ടിയിലേക്ക് പോകാൻ നോക്കിയിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന്, CPM-ലേക്ക് പോകാൻ നോക്കിയിരിക്കുകയാണെന്ന്. അദ്ദേഹം എൻ്റെ അറിവിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മകൻ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടൻ നിലമ്പൂരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ്. അവിടെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അവിടെയൊക്കെ നിന്നിട്ട് ഗ്രാമീണ തലത്തിൽ മാനവേദൻ സ്കൂളിൻ്റെ വളർച്ച മുതൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളിൽ വലിയ നേട്ടം വരുത്തിയിട്ടുണ്ട്. ആദിവാസി കുട്ടികളെ പഠിപ്പിക്കാൻ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ KP നൗഷദ് അലിയേക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം, അത് പറയാനും അറിയാം. അതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ശിവശങ്കർ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടികളിലേക്ക് കണ്ണും നട്ട് കുറുക്കൻ കോഴിക്കുട്ടിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് പോലെ ആൾക്കാരെ പിടിക്കാൻ നിൽക്കുന്ന പാർട്ടി വേറെ ആരാ ഉള്ളത്? നമുക്കറിയാമല്ലോ, സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തെ മുതൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലും അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ഒക്കെ ദത്തെടുത്ത പാർട്ടിയല്ലേ BJP എന്ന് പറയുന്നത്. കരുണാകരൻ്റെ മകളെയും AK ആൻ്റണിയുടെ മകനെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളാണ്, അവരെയും കൊണ്ടുപോയ പാർട്ടിയല്ലേ. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ അങ്ങേക്ക് ധാർമ്മികമായ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ശിവശങ്കർജി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമായി. എന്തായാലും വളരെ വാശിയേറിയ ഒരു മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്ന് ഇവിടെ വന്ന ദിവസം തന്നെ മനസ്സിലായി. ആളുകൾ ആ ഒരു സ്പിരിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നോക്കാം, ഇനി എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റുരച്ച് നോക്കാൻ പോവുകയാണ് നിലമ്പൂരിൽ. അതുകൊണ്ട് നിലമ്പൂരിൽ നിന്നുള്ള വാർത്തകൾക്കായി കാതോർക്കാം. സൂപ്പർ പ്രൈം ടൈം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.